ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന നഗരസഭയുടെ കവാടത്തിലാണ്. കാലാവസ്ഥയെയും വന്യജീവികളെയും രോഗങ്ങളെയും തോൽപ്പിച്ച് കാർഷിക സംസ്കൃതി രചിച്ച ചരിത്രം പേറുന്ന മണ്ണ്. ഇന്ന് ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരസഭ. എന്നിരുന്നാലും കട്ടപ്പനയിലെ വാണിജ്യ ഭൂമിക്ക് പട്ടയം നൽകാൻ നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. നഗരത്തിൽ ഒരു സാധാരണ കട നടത്തുന്നവന് പോലും ഏത് സമയത്തും തൻ്റെ വരുമാനമാർഗം ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യം. സ്ഥാപനങ്ങൾക്ക് യാതൊരുവിധ നിയമപരിരക്ഷയും ഇല്ല. ഒരു ബാങ്ക് വായ്പയോ ധനസഹായമോ ഇല്ല. ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമിക്ക് എന്ത് നിയമപരിരക്ഷ, എന്ത് ധനസഹായം? പക്ഷേ ഇനി കട്ടപ്പന നഗരത്തിലെ ഓരോ വ്യാപാരിക്കും സ്വന്തമായി പട്ടയം ലഭിക്കും. നിലവിലുണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് നിയമസഭ പുതിയ നിയമം പാസാക്കി. സ്ഥലത്തിന്റെ വിസ്തീർണം നോക്കാതെ സർവ്വ ഷോപ്പ് സൈറ്റുകൾക്കും ഉടൻ ഉടമസ്ഥാവകാശം ലഭിക്കും. വ്യാപാരികളുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇതെല്ലാം എങ്ങനെ സാധ്യമായി നിങ്ങൾക്കറിയാം.